متفاعل 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 عجبا على الغفلات يا إخواني لسنا نفكر عن لياغ زماني أفلا ترون تفكروا وتدبروا بين السطور أوامر القرآن كل العلوم من الإله الخالق للهدئ والسلام للإنسان وفشى العلوم على الأراضي والسماء فالت ببرقشة من الألوان دينا وتقنية علوما حرفة حسب السليقة من أولي الأفنان لاءت جميع معارك ومناطق فينالها من جد بالأذهان لكن سلام الناس منهدم ولو ألحت شموس العلم والعرفان بمذاك هل فكرتموه أو كما قرئ. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. قد أفلح من زكاها وقد خاب من دساها. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي.
സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതം നയിക്കണമെന്ന് ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. മാസം തോറും നടത്തി വരുന്ന തസ്കിയത്ത് ക്യാമ്പിൻ്റെ 3-ാം ഭാഗമാണ് ഇവിടെ നടക്കുന്നത്. ഈ ക്ലാസിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ബഹുമാനപ്പെട്ട സഹോദരൻ സ്വാഗത ഭാഷണത്തിൽ കൃത്യമായി പറയുകയുണ്ടായി. നമ്മുടെ മനസ്സിനെ സംസ്കരിക്കാൻ, നമ്മുടെ മനസ്സിനെ നന്നാക്കാൻ, നമ്മുടെ മനസ്സിനെ ബാധിച്ച ചില രോഗങ്ങളെ ചികിത്സിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇവിടെ നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ മനസ്സിനെ ബാധിച്ച രോഗങ്ങളെ എങ്ങനെയാണ് നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുക? അതിനെ എങ്ങനെയാണ് നന്നാക്കുക? അതിന് ചില സംസ്കരണ ചിന്തകൾ വളരെ അനിവാര്യമാണ്. സംസ്കരണ ചിന്ത എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ, നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കരുത് എന്തോ വലിയ ഒന്നാണ് ഈ സംസ്കരണ ചിന്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ആരുടെയും മനസ്സിൽ തോന്നരുത്. സംസ്കരണ ചിന്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ ചില ആയത്തുകൾ, ആ ആയത്തുകൾ നിങ്ങൾക്ക് മുമ്പിൽ ഓതിക്കേൾപ്പിക്കുക. ആ ആയത്ത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ മാറ്റങ്ങളുണ്ടാകും. അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ സംസ്കരിക്കുക എന്നത് മാത്രമാണ് സംസ്കരണ ചിന്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കണം. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ ഞാൻ ആമുഖമായി ഓതിവെച്ച ആയത്തിൻ്റെ അർത്ഥം ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. തീർച്ചയായും മനസ്സിനെ സംസ്കരിച്ചവൻ, നന്നാക്കിയവൻ വിജയിച്ചു. ഒന്നുകൂടി പറഞ്ഞാൽ, ആരുടെ മനസ്സിനാണോ തസ്കിയത്ത് കിട്ടിയത് അവനാണ് നാളെ പരലോകത്ത് മോക്ഷം ലഭിച്ചവൻ. വഖദ് ഖാബ മൻ ദസ്സാഹ. അതുപോലെ തന്നെ ആ മനസ്സിനെ മലിനമാക്കിയവൻ, അവൻ പരാജയപ്പെട്ടു. നാളെ പരലോകത്ത് വിജയിക്കുന്ന ആളുകൾ നാം ആയിരിക്കണം. അതായത് ഖുർആനിൻ്റെ ആയത്തുകൾ കേട്ട്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ കേട്ട് എൻ്റെ ജീവിതത്തിൽ അത് മാറ്റമുണ്ടാകണം എന്നുള്ള അതിയായ ആഗ്രഹത്തോടു കൂടി സ്വീകരിക്കുകയും എന്നിട്ട് ജീവിതം നന്നാക്കി തീർക്കുകയും ചെയ്ത ആളായി നാം തീരണം. എങ്കിൽ മാത്രമേ നാളെ പരലോകത്ത് നമുക്ക് മോക്ഷം ലഭിക്കുകയുള്ളൂ എന്ന ചിന്ത ഓരോ വിശ്വാസിയുടെയും മനസ്സിൽ തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സമുദായത്തെ വാർത്തെടുത്തു. ആ സമുദായത്തെപ്പറ്റി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് കുന്തും ഖൈറ ഉമ്മത്തിൻ, ഏറ്റവും നല്ല സമുദായം നിങ്ങളാണ് എന്നാണ്. ഖൈറ ഉമ്മത്തായ ഏറ്റവും നല്ല സമുദായമായ ഒരു വിഭാഗം, ആ വിഭാഗത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാർത്തെടുത്തത് എങ്ങനെയാണോ അതുപോലെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ പാരായണം ചെയ്ത്, അതിനെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ അവരെ പഠിപ്പിച്ച്, അവരുടെ മനസ്സിൽ അത് സന്നിവേശിപ്പിച്ച് അങ്ങനെ ഒരു തലമുറയെ വാർത്തെടുത്തുവെങ്കിൽ ഇന്ന് നമ്മുടെ മനസ്സുകളെ ബാധിച്ച രോഗങ്ങളെ മാറ്റാൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയ
ആയത്തുകൾ തന്നെയാണ്. അതുകൊണ്ട് മാത്രമേ അത് ഓതി, അത് കേൾപ്പിച്ച്, അത് നിങ്ങളുടെ മനസ്സിൽ പകർന്ന് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മുഖ്യമായ വിഷയം നമുക്കറിയാം, തൗഹീദാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവരോട് മാത്രം പ്രാർത്ഥിക്കണം, നേർച്ചകളും വഴിപാടുകളും ഏകനായ സൃഷ്ടാവിന് മാത്രം സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം സഹായം തേടണം. തവക്കുലാക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ കൊണ്ട് മാത്രം തവക്കുലാക്കണം. സത്യം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിനെ കൊണ്ട് മാത്രം സത്യം ചെയ്യണം. ഇങ്ങനെ തൗഹീദിന്റെ വ്യത്യസ്തമായ മേഖലകളെ കൃത്യമായി പരാമർശിച്ചുകൊണ്ട് ഖുർആനിന്റെ 1/3 ഭാഗം അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ കൃത്യമായി ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. അതിനുശേഷം ഇത് ഓതിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിന്റെ ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ടാണ് ആ സമുദായത്തെ സംസ്കരിച്ചത്. രണ്ടാമതായി കൊണ്ട് പ്രവാചകൻ നടത്തിയത് 1000-ലധികം വരുന്ന ആയത്തുകൾ, അത് പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ്. 1000-ഓളം വരുന്ന ആയത്തുകൾ ഖുർആനിൽ നിന്നുള്ള 1000-ഓളം ആയത്തുകൾ പരിശുദ്ധ പരലോകവുമായി ബന്ധപ്പെട്ട പരലോകത്തെ വിശദീകരിക്കുന്ന ആയത്തുകളാണ്. ഈ ആയത്തുകൾ കേട്ടപ്പോഴാണ് സഹാബികളുടെ മനസ്സിൽ മാറ്റമുണ്ടായത്. സഹാബികളുടെ മനസ്സ് മാറിയത് പരലോകത്തെപ്പറ്റി, തൗഹീദിനെ പറ്റിയുള്ള ആയത്തുകൾ കേട്ടപ്പോഴാണ്. എങ്കിൽ സഹോദരന്മാരെ, പരലോകവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഈ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ മാറ്റം സംഭവിച്ചാൽ മാത്രമേ നാളെ പരലോകത്ത് നമുക്ക് സ്വർഗം ലഭിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് ഈ സന്ദർഭത്തിൽ നമുക്കുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഓതി പരലോകവുമായി ബന്ധപ്പെട്ട ആയത്ത് കേട്ടപ്പോൾ സഹാബികൾ കരഞ്ഞു. മരണത്തെക്കുറിച്ച് അവരോട് പറയുമ്പോൾ ആ സഹാബികൾ അത് നിലവിളിച്ചുകൊണ്ടാണ് അത് കേട്ടത് എന്ന് അവരുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും. അതുപോലെ തന്നെ പരലോകത്തിന്റെ ആയത്തുകൾ അവർ കേൾക്കുമ്പോൾ, അതേ പരലോകത്ത് എനിക്ക് ബാധകമായ ആയത്താണ്, എന്നെ പറ്റിയാണ് ഈ ആയത്തിൽ പറയുന്നത്, അതുകൊണ്ട് ഞാനാണ് ഇതിൽ മുഖ്യമായ വിഷയം എന്നുള്ള ചിന്തയോടുകൂടി സ്വഹാബികൾ ആ ആയത്തുകളെ സ്വീകരിക്കുകയും അങ്ങനെ തൻ്റെ ജീവിതം പരിവർത്തനത്തിന് വിധേയമാക്കുകയും ചെയ്ത ചരിത്രം ഇന്നലകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ചരിത്രം നമുക്ക് ഒരാവർത്തി വായിച്ചാൽ അത് കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, പരലോകവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ നമ്മൾ കേൾക്കണം. റസൂലുള്ളാഹി ഓതിയ ആയത്ത്, ഓതിയ ആയത്ത് തന്നെയാണ് ഇന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കുല്ലുമൻ അലൈഹാ ഫാൻ, കുല്ലുമൻ അലൈഹാ ഫാൻ. എല്ലാ ലോകത്തുള്ള സകലമാനതും നശിച്ചു വീഴും. ലോകത്തുള്ള സകലമാനതും, നാം വസിക്കുന്ന ഈ ഭൂമി അത്ഭുതകരമായ വിധം സംവിധാനിക്കപ്പെട്ടതാണ്. ഈ ഭൂമി നിലക്കാത്ത ചലനങ്ങൾ ഇവിടെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യവും വ്യവസ്ഥാപിതവുമായ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന ആയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി. കുല്ലുമൻ അലൈഹാ ഫാൻ. എല്ലാം നിർജീവമാകും, എല്ലാം നാശമടയും, എല്ലാ വ്യവസ്ഥകളും താറുമാറാകും, എല്ലാം നശിക്കുന്ന ഒരു ദിവസം ഇതാ മനുഷ്യരെ നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് പ്രവാചകൻ ഓതിയപ്പോ സ്വഹാബികൾ അത് സ്വീകരിച്ചു, നല്ല മനസ്സോടുകൂടി സ്വീകരിച്ചു, അതവർ ഉൾക്കൊണ്ടു. അതുകൊണ്ട് സഹോദര, കുല്ലുമൻ അലൈഹാ ഫാൻ, റസൂലുള്ളാഹി ഓതിയ ആയത്ത് ഇതാ നിങ്ങൾക്ക് മുമ്പിൽ ഞാനിതാ പ്രഖ്യാപിക്കുന്നു. ഈ ലോകം നശിക്കാനുണ്ട്, ഈ ലോകം തകർന്നടിയുന്നൊരു ദിവസം നിങ്ങൾക്ക് മുമ്പിൽ വരാനുണ്ട്. ആ ദിവസം എന്നാണ് എന്നുള്ളത് ഒരാൾക്കും തന്നെ അറിയിച്ചിട്ടില്ല. അതിനെപ്പറ്റി പ്രവാചകൻ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആനിന്റെ ആയത്തുകളോട് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും ഫഹും ഫീ ഗഫ്റത്തിൻ മുഅ്രിദൂൻ. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും. മനുഷ്യരെ, ഇതാ നിങ്ങൾക്ക് അടുത്തിരിക്കുന്നു, മനുഷ്യർക്ക് ഇതാ അടുത്തിരിക്കുന്നു. ഹിസാബുഹും, അവരുടെ വിചാരണയുടെ ദിവസം, അന്ത്യനാൾ ഇതാ മനുഷ്യർക്ക് ഇതാ അടുത്തിരിക്കുന്നു. പക്ഷേ ഫഹും ഫീ ഗഫ്റത്തിൻ മുഅ്രിദൂൻ, മനുഷ്യന്മാർ അശ്രദ്ധയിലാണ്, പിന്തിരിഞ്ഞു കഴിയുകയാണ് മനുഷ്യന്മാർ. ആയത്തുകൾ കേട്ടിട്ടും കേൾക്കാത്ത ഭാവത്തിൽ മനുഷ്യന്മാർ നടക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ആവല്ലേ. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, മനുഷ്യർക്ക് ഇതാ അവരുടെ ആ വിചാരണ ദിവസം അടുത്തിട്ടുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതിയെങ്കിൽ, ആ ആയത്തോതിക്കൊണ്ട് അന്ന് പ്രവാചകൻ പറഞ്ഞുവെങ്കിൽ മനുഷ്യർക്ക് ഇതാ അടുത്തിട്ടുണ്ട്. എന്താ ഇഖ്തറബ എന്നതിൻ്റെ അർത്ഥം? ഏറ്റവും അടുത്തിരിക്കുന്നു,
ഏറ്റവും അടുത്തിരിക്കുന്നു. ആരും വിചാരിക്കേണ്ട, വരില്ല എന്ന് വിചാരിക്കേണ്ട. അത് ഇതാ സമയം അടുത്തിട്ടുണ്ട്, ജനങ്ങൾക്ക് ഇതാ അടുത്തിട്ടുണ്ട്. മറ്റൊരായത്തിൽ പറഞ്ഞു അന്ത്യസമയം ഇതാ അടുത്തിരിക്കുന്നു, അന്ത്യസമയം ഇതാ അടുത്തിരിക്കുന്നു. എങ്ങനെയാണ് സമയം വരിക, എങ്ങനെയാണ് ആ അന്ത്യനാൾ സംഭവിക്കുക? ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു. തൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങിച്ചെല്ലാനോ വസിയത്ത് ചെയ്യാനോ കഴിയാത്ത രൂപത്തിൽ സ്വന്തം കുടുംബത്തിലേക്കൊന്ന് മടങ്ങിച്ചെല്ലാം, കയറിച്ചെല്ലാം എന്ന് ആരും വിചാരിക്കേണ്ട. അത് പെട്ടെന്നായിരിക്കും സംഭവിക്കുക. ആ അന്ത്യസമയം സംഭവിക്കുക പെട്ടെന്നായിരിക്കും. നിങ്ങളുടെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഇതാ ഒരു വിപത്ത് വന്നിട്ടുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അതിനു മുമ്പ് തന്നെ ആ അന്ത്യസമയം സംഭവിക്കും. ഒരൊറ്റ ഘോര ശബ്ദം മാത്രമാണ് അവർ കാത്തിരിക്കുന്നത്. കഠിനകഠോരമായ ഒരു ഘോര ശബ്ദം മാത്രമാണ് മനുഷ്യന്മാർ കാത്തിരിക്കുന്നത്. തൗഹുദുഹും, അവരെ വന്ന് പിടിക്കും. ആ ശബ്ദം അവരെ പിടികൂടും. വഹും യഖ്സിമൂൻ, അവർ തർക്കിച്ചു കൊണ്ടിരിക്കെ, പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കെ ആ ഘോര ശബ്ദം വന്ന് അവരെ പിടികൂടും. ഫലാ യസ്തതിഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, സ്വന്തം വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലാൻ അവർക്ക് സാധിക്കില്ല. ഒരു വസിയത്ത് ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. ആ രൂപത്തിൽ വളരെ കൃത്യമായി പെട്ടെന്ന് തന്നെ ഖിയാമത്ത് നാൾ ഇതാ നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്നു എന്ന് അതേ വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുകയാണ്. അന്ത്യദിനം സംഭവിക്കുന്ന ആ അവസരത്തിലെ വേഗതയെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. വലതഖൂമന്ന الساعة وقد نشر الرجلان ثوبهما بينهما فلا يتبايعان. തീർച്ചയായും ഖിയാമത്ത് നാൾ സംഭവിക്കുക തന്നെ ചെയ്യും. എപ്പോഴാണ് സംഭവിക്കുക? വഖദ് നശറ الرجلان ثوبهما, രണ്ട് മനുഷ്യന്മാർ അവരുടെ വസ്ത്രം ഇങ്ങനെ വിടർത്തി വച്ചിരിക്കുകയാണ്. അതിങ്ങനെ കച്ചവട ആവശ്യം നിരത്തി വച്ചിരിക്കുകയാണ്. പക്ഷേ ഫലാ യതബായിആൻ, ആ സംഭവം അങ്ങ് വന്നു കഴിഞ്ഞാൽ അത് കച്ചവടം ചെയ്യാൻ സാധിക്കില്ല. മുമ്പിൽ സാധനം വെച്ചിട്ടുണ്ട്, വില പറഞ്ഞ് ഉറപ്പിക്കാൻ പോകാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഖിയാമത്ത് നാൾ വന്ന് സംഭവിക്കും. ഖിയാമത്ത് നാൾ ഈ ലോകത്ത് സംഭവിക്കും. കച്ചവടം ചെയ്ത് തീർക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊന്ന് കഴിഞ്ഞോട്ടെ, ഒരല്പം സമയം കഴിഞ്ഞോട്ടെ, ഇതുകൂടി കഴിയട്ടെ. ഇല്ല, അവിടെയില്ല. അങ്ങനെ ഒരു ചിന്താഗതി അവിടെയില്ല. എന്താണ്? പെടുന്നതിന് സംഭവിക്കും. വലാ ഇത്ബിയാനിഹി, അത് മടക്കി വെക്കാൻ കഴിയില്ല. ആ വസ്ത്രം. അതിനു മുമ്പ് തന്നെ ഖിയാമത്ത് നാൾ സംഭവിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഒന്നുകൂടി പറഞ്ഞു, വലതഖൂമന്ന സ്സാഅ, തീർച്ചയായും ഖിയാമത്ത് നാൾ സംഭവിക്കും. വഖദ് ഇൻസറഫർ റജുലു ബിലബനിൻ ലഖഹതിഹി ഫലാ യതിഅമഹു, ഒരു മനുഷ്യൻ എന്താണ് വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്, തിരിച്ചു പോകുകയാണ്. എന്തുമായി? ബിലബനിൻ, പാലുമായി. ഒട്ടകത്തിനെ കറന്ന് അല്ലെങ്കിൽ പശുവിനെ കറന്ന് അതേ ആ പാല് കുടിക്കാൻ ഇവന് വീട്ടിൽ ചെന്ന് കുടിക്കാം എന്നുള്ള ചിന്തയോടുകൂടി അതേ വീട്ടിലേക്ക് കടക്കുമ്പോൾ അതിനു മുമ്പ് തന്നെ ഖിയാമത്ത് നാൾ സംഭവിക്കും. ഫലാ യതിഅമഹു, അത് കുടിക്കാൻ അവനക്ക് സാധിക്കില്ല, അത് കഴിക്കാൻ അവനക്ക് സാധിക്കില്ല. അതിനു മുമ്പ് തന്നെ പെടുന്നതിന് ഖിയാമത്ത് നാൾ സംഭവിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ കൃത്യമായി പഠിപ്പിക്കുന്നു. വലതഖൂമന്ന സ്സാഅ, തീർച്ചയായും ഖിയാമത്ത് നാൾ സംഭവിക്കുക. വഹുവ യലീദു ഹൗദഹു ഫലാ യുസ്ഖാ മിൻഹു, വെള്ളം നിറയ്ക്കുകയാണ്. ഒരു ഹൗദിൽ വെള്ളം നിറയ്ക്കുകയാണ്, കുടിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അത് കുടിക്കാൻ കഴിയില്ല. അതിനു മുമ്പ് തന്നെ ഖിയാമത്ത് നാൾ സംഭവിക്കും. വലതഖൂമന്ന സ്സാഅ വഖദ് വഖഅ അകലതുഹു ഇലാ ഫീ, അതേ വായിലേക്ക് ഉയർത്തിയ ഉരുള, വായിലേക്ക് ഭക്ഷിക്കാൻ വേണ്ടി കഴിക്കാൻ വേണ്ടി ഉയർത്തിയ ഒരു ഉരുള, ആ ഉരുള കഴിക്കാൻ അവനക്ക് സാധിക്കില്ല. കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഉയർത്തിയ കൈ അത് വായിലേക്ക് എത്തുന്നതിന് മുമ്പായിക്കൊണ്ട് തന്നെ പെടുന്നതിന് ഖിയാമത്ത് നാൾ സംഭവിക്കും. അതുകൊണ്ട് മനുഷ്യരെ, നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ നന്നാക്കിക്കോ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ സംസ്കരിച്ചോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ കൃത്യമായി പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ സഹോദരന്മാരെ, നമ്മെ പറ്റിയാണ് ഇത് പറഞ്ഞത് എന്ന് നമ്മൾ വിചാരിക്കണം. എൻ്റെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും? പെടുന്നതിന് വരും, ഒന്നിനും സാധിക്കില്ല. ഒരു വെള്ളിയാഴ്ച ദിവസമാണ് അത് സംഭവിക്കുക. ഒരു വെള്ളിയാഴ്ച ദിവസമായിരിക്കും ഇസ്രാഫീൽ എന്ന മലക്ക് കാഹളത്തിൽ ഊതുക. ഇസ്രാഫീൽ എന്ന മലക്ക് കാഹളത്തിൽ ഊതിയാൽ ഇല്ല, രക്ഷയില്ല, തകർന്നടിയും ഈ ലോകം തരിപ്പണമാകും. ആ ഇസ്രാഫീൽ എന്ന മലക്ക്, അള്ളാഹു ഈ മലക്കിനെ സൃഷ്ടിച്ച അന്നു മുതൽ ആ മലക്ക് ഊതാനുള്ള ഒരുക്കത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. ഇസ്രാഫീൽ ഇങ്ങനെ ഒരു കാഹളവും പിടിച്ച് റെഡിയായി നിൽക്കുകയാണ്, ഊതാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്നു. അള്ളാഹിന്റെ റസൂൽ പഠിപ്പിക്കാനത് കൃത്യമായി ഒന്നുകൂടി പഠിപ്പിച്ച് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം,
ഇന്ന തറഫ സാഹിബസൂർ, കാഹളത്തിലൂതാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക്, മുൻദുക്കില ബിഹി, അതിൽ ഏൽപ്പിക്കപ്പെട്ട സമയം, ആ സമയം മുസ്തഇദ്ദുൻ, ആ മലക്ക് ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. യൻളുറു അർശ്, അർശിന്റെ നേരെ കണ്ണും നട്ടുകൊണ്ടാണ് ആ മലക്ക് നിൽക്കുന്നത്. അർശിന്റെ നേരെ നോക്കിക്കൊണ്ട് ആ മലക്ക് നിൽക്കുകയാണ്, തയ്യാറായി നിൽക്കുകയാണ്. എന്താണ്? മഖാഫത്തൻ, അതിന്റെ കണ്ണിന് അനക്കമില്ല, അർശിന്റെ നേരെ തന്നെയാണ് അതിന്റെ നോട്ടം. ആ മലക്ക് അർശിന്റെ നേരെ നോക്കിക്കൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്, കണ്ണ് ഇമപെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുന്നു. മഖാഫത്തൻ, ആ മലക്ക് ഭയപ്പെടുന്നുണ്ട്, പേടിക്കുന്നുണ്ട്. അയ്യുമറ ഖബല അൻ യർതദ ഇലൈഹി തർഫഹു, തന്റെ ദൃഷ്ടി എങ്ങാനും തിരിച്ചാൽ അള്ളാഹുവിന്റെ കൽപ്പന വരുമോ എന്ന പേടിയോടുകൂടി അതേ ആ മലക്ക് കണ്ണും നട്ട് സിംഹാസനത്തിന് നേരെ, അർശിന്റെ നേരെ കണ്ണും നട്ട് അതേ നിൽക്കുകയാണ്, ഭയപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. കഅന്ന ഐനൈഹി കൗകബാനി ദുദ്ദിയാനി, ആ മലക്കിന്റെ രണ്ട് കണ്ണുകൾ തിളങ്ങുന്ന രണ്ട് നക്ഷത്രങ്ങൾ പോലെയാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. മലക്ക് ഇങ്ങനെ തയ്യാറായി നിൽക്കാണ്. ഈ ലോകത്തിന്റെ സമാപനം കുറിക്കാൻ വേണ്ടി സമയമായിട്ടുണ്ടോ? ആയിട്ടുണ്ടോ? അല്ലേ? ഇങ്ങനെ നിൽക്കുന്നു മലക്ക്. സമയമെടുത്താൽ, അതിന്റെ സമയമെടുത്താൽ, ഈ ലോകത്തിന്റെ സമാപനത്തിന്റെ സമയമെടുത്താൽ ഇസ്രാഫീൽ ആദത്തേക്കാൾ ഒരുക്കത്തോടെയും ജാഗ്രതയോടും കൂടി നിൽക്കും. റസൂൽ അന്നുകൂടി പഠിപ്പിച്ചു. അള്ളാന്റെ റസൂൽ പറയാണ്, കൈഫ അൻഅമു, കൈഫ അൻഅമു, ഞാൻ എങ്ങനെ സുഖിച്ച് ജീവിക്കും ഈ ലോകത്ത്? എങ്ങനെ സുഖിക്കാൻ കഴിയും എനിക്ക് ഈ ലോകത്ത്? വഖദ് ഇൽതഖഹ മസാഹിബുൽ ഖർനി, കാഹളത്തിന്റെ ആൾ, കാഹളം ഊതാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക്, ആ മലക്ക് കാഹളം പിടിച്ചിരിക്കുകയാണ്. ഞാൻ എങ്ങനെ ഈ ലോകത്ത് സുഖിച്ച് ജീവിക്കും? എങ്ങനെ സുഖത്തോടു കൂടി എനിക്ക് ജീവിക്കാൻ സാധിക്കും? വഹനാ ഹബഹതൈഹി, അതേ ആ മലക്ക്, ആ മലക്കിന്റെ നെറ്റി ചുളിച്ചിരിക്കുകയാണ്. വഅസ്ഗാ സമഅഹു, അതിന്റെ കാത് കൂർപ്പിച്ചിരിക്കുകയാണ്. എന്തദുർ, അത് പ്രതീക്ഷിക്കുന്നു. അയ്യു ഉമറ, അള്ളാന്റെ കൽപ്പന വരാൻ വേണ്ടി ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അള്ളാന്റെ കൽപ്പന വന്നാൽ ഫയൻഫഹു, ആ മലക്ക്, ഇസ്രാഫീൽ എന്ന മലക്ക് കാഹളത്തിൽ ഊതും. ഊതിയാൽ എന്തായിരിക്കും ലോകത്തിന്റെ അവസ്ഥ? ഊതിയാൽ എന്തായിരിക്കും ഈ ലോകത്തിന്റെ അവസ്ഥ? വനഫഖ ഫിസ്സൂരി ഫസഇക മൻ ഫിസ്സമാവാതി വൽഅർദ് വമൻ ഫസഇക മൻ ഫിസ്സമാവാതി വമൻ ഫിൽഅർദ് ഇല്ലാ മൻ ശാ അല്ലാഹ്. വനഫഖ ഫിസ്സൂരി, ആ കാഹളത്തിൽ ഊതിയാൽ ഫസഇക മൻ ഫിസ്സമാവാതി വമൻ ഫിൽഅർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സകലമാന വസ്തുക്കളും, ആ വസ്തുക്കളും എല്ലാം ബോധം കെട്ടു വീഴും. ഇല്ലാ മൻ ശാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചവരൊഴികെ. ചില മലക്കുകളാണെന്ന് മുഫസ്സിരീങ്ങൾ കൃത്യമായി പഠിപ്പിക്കുന്നു. ഇല്ലാ മൻ ശാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ച കുറച്ച് ആളുകൾ മാറ്റി നിർത്തും. മലക്കുകളാണെന്നാണ് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചു കൊണ്ട് പറയുന്നത്. അതല്ലാത്ത മുഴുവൻ ആളുകളും, ഈ ഭൂമിയിലുള്ള സകലമാന ആളുകളും വസ്തുക്കളും ആകാശത്തിലുള്ള എല്ലാവരും ബോധം കെട്ടു വീഴും. ആ കാഹളത്തിന്റെ ഊത്തു തുടങ്ങിയാൽ പെട്ടെന്ന് വരും. ഈ സമുദായം അതിന് സാക്ഷികളാകാൻ പോകുകയാണ്. നാം അതിന് സാക്ഷികളാകാൻ പോകുകയാണ്. അതിൻ്റെ അടയാളങ്ങളെപ്പറ്റി അള്ളാഹുവിൻ്റെ റസൂൽ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ചില അടയാളങ്ങൾ, അല്ലേ, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ചില അടയാളങ്ങൾ, കഴിഞ്ഞു പോയ ചില അടയാളങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഖിയാമത്ത് നാളിന് മുന്നായിക്കൊണ്ട് പ്രധാനപ്പെട്ട ഒരു അടയാളം, അത് എൻ്റെ ബഅസത്താണ്, എൻ്റെ നിയോഗനമാണ്, എൻ്റെ പ്രവാചകത്വമാണ്. ആ പ്രവാചകത്വം സംഭവിച്ചാൽ അത് ഖിയാമത്തിൻ്റെ ഒന്നാമതായിക്കൊണ്ട് നിങ്ങൾ എണ്ണണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചുവെങ്കിൽ സഹോദരന്മാരെ, ആ സമയമിത അടുത്തിട്ടുണ്ട്. ആ സമയമിത വരാനിരിക്കുന്നു. അത് എന്നാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് നമുക്കറിയില്ല. ആ ദിവസം എന്നാണെന്ന് നമുക്കറിയില്ല. അന്ന് എല്ലാം നശിക്കും, എല്ലാ ജീവികളും നശിക്കും. അതുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുന്ന മനുഷ്യരെ, നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കണം. ആ ഖിയാമത്ത് നാളിൻ്റെ ഭയാനകത, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ, ഭൂമി പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ, അതെ, അങ്ങനെ പ്രകമ്പനങ്ങൾ സംഭവിക്കും. യൗമ യഫറുൽ മർഉ മിൻ അഖീ, മനുഷ്യന്മാരൊക്കെ ഓടും, പരസ്പരം ഓടും. ഉമ്മയെ വിട്ടകന്നുകൊണ്ട് ഓടും, വാപ്പയെ വിട്ടകന്നുകൊണ്ട് ഓടും. അതുപോലെ തന്നെ ഭാര്യയെ വിട്ട്, മക്കളെ വിട്ട് എല്ലാവരും ഓടിയൊളിക്കുന്നൊരു ദിവസം ഇതാ നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുകയാണ്. അന്ന് ഈ ഭൂമിയുടെ സമാപനം കുറിക്കുന്ന ദിവസം, അന്ന് അള്ളാഹു ഈ ഭൂമിയെ കയ്യിലെടുക്കും. ഈ ഭൂമിയെ കയ്യിലെടുത്ത് പിടിക്കും. അള്ളാഹിനെ സംബന്ധിച്ചോളം അസാധ്യമായി ഒന്നുമില്ല. അള്ളാഹ് വിചാരിച്ച എല്ലാ കാര്യങ്ങളും ലോകത്തെടുക്കും. അള്ളാഹ് അവസാനം എങ്ങനെയാണെന്ന് അറിയോ? ഈ ഭൂമിയോട് കയ്യിലെടുക്കും, കയ്യിൽപ്പിടിയിലോട് ഒതുക്കും. വല്ലർളു ജമീഅൻ ഖബലതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാതുൻ ബിയമീനി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ.
വല്ലർളു ജമീഅൻ ഖബലതുഹു, അന്ന് ഈ ഭൂമിയെ അല്ലാഹു കൈപ്പിടിയിലൊതുക്കും. ഖിയാമത്ത് നാളിൽ ആ അന്ത്യദിനത്തിന്റെ അന്ന് പടച്ച തമ്പുരാൻ ഈ ഭൂമിയെ കൈപ്പിടിയിലൊതുക്കും. വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി, അല്ലാഹുവിന്റെ വലതുകരം കൊണ്ട് ഈ ആകാശത്തെ അവൻ ചുരുട്ടിപ്പിടിക്കും. ആകാശത്തെ കൊണ്ട് ചുരുട്ടിപ്പിടിക്കും പടച്ച തമ്പുരാൻ, ഭൂമിയെ കൈപ്പിടിയിലൊതുക്കും. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ, അല്ലാഹ് എത്ര പരിശുദ്ധനാണ്, അല്ലാഹ് എത്ര ഉന്നതനാണ്. ശിർക്ക് ചെയ്യുന്നതിൽ നിന്നെല്ലാം അല്ലാഹു എത്ര ഉന്നതനാണ്. അല്ലാഹ് അന്നിങ്ങനെ പിടിക്കും, വലത് കയ്യിൽ ആകാശം, ഇടത് കയ്യിൽ ഭൂമി. എന്നിട്ടോ അല്ലാഹ് ചോദിക്കും, അല്ലാഹ് എന്നിട്ട് ചോദിക്കും, ഭൂമിയെ കയ്യിൽ പിടിയിൽ ഒതുക്കിയിട്ട് ആകാശത്തെ വലത് കയ്യിൽ ഒതുക്കിയിട്ട് പടച്ച തമ്പുരാൻ ചോദിക്കും, അനൽ മലിക്ക്, ഞാനാണെന്ന് അധികാരം, എനിക്കാണെന്ന് അധികാരം, ഞാനാണെന്ന് രാജാവ്. ഐനൽ ജബ്ബാറൂൻ, എവിടെയാണ് ഭൂമിയിലെ ധിക്കാരികൾ, എവിടെയാണ് ഭൂമിയിലെ ധിക്കാരികൾ. വൈനൽ മുത്തക്കബ്ബറൂൻ, എവിടെയാണ് ഭൂമിയിൽ അഹങ്കരിച്ച അഹങ്കാരികൾ. സ്വേച്ഛാധിപതികളായ പല ആളുകളും എനിക്കെല്ലാം കഴിയുമെന്ന വിചാരത്തോടുകൂടി കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. പലരും പറഞ്ഞല്ലോ പലതും എനിക്ക് നടത്താൻ സാധിക്കുമെന്ന്. എവിടെയാണവർ? അഹങ്കാരികളായ മനുഷ്യന്മാർ എവിടെ? ധിക്കാരികളായ മനുഷ്യന്മാർ എവിടെ? സ്വേച്ഛാധിപതികളായ ആളുകൾ എവിടെ എന്ന് പടച്ച തമ്പുരാൻ ചോദിക്കും. എവിടെയാണ്? എവിടെ പോയി? അന്ന് മനുഷ്യന്മാരൊക്കെ പാറ്റകളെ പോലെ ചിന്നിച്ചിതറിയ നിലയിൽ ഓടുകയാണ്. ഒരു ഉറുമ്പിൻ കൂട്ടത്തിലേക്ക് എന്തെങ്കിലും ഇട്ടാൽ ആ ഉറുമ്പിൻ കൂട്ടം ചിന്നിച്ചിതറുന്നത് പോലെ മനുഷ്യന്മാർ അങ്ങനെ ഓടുന്നു. യൗമയകൂനന്നാസു കൽഫറാശിൽ മബ്സൂദ്, യൗമയകൂനന്നാസു, മനുഷ്യന്മാരായി തീരുന്ന ദിവസം, കൽഫറാശിൽ മബ്സൂദ്, ചിന്നിച്ചിതറിയ പാറ്റകളെ പോലെ അന്ന് മനുഷ്യന്മാരൊക്കെ ആകും. അന്ന് ഭൂമിയുടെ അവസ്ഥ എന്താ? ഈ ഭൂമിയിൽ കാണുന്ന പർവ്വതങ്ങളുടെ അവസ്ഥ എന്താ? ഖുർആൻ പഠിപ്പിക്കുകയാണ് ദിവസം 1000-ഓളം വരുന്ന ആയത്തുകളിലൂടെ ഈ കാര്യം പഠിപ്പിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ദിവസം വരാനുണ്ട്, അത് നിങ്ങളിതാ സാക്ഷികളാകാൻ പോകുന്നു എന്ന കാര്യം കൃത്യമായി പഠിപ്പിക്കുകയാണ്. അന്ന് ഭൂമിയുടെ അവസ്ഥ എന്താ? പർവ്വതങ്ങൾ ഹുമലത്തിൽ അർളു വൽ ജിബാൽ ഫദക്കതാ ദക്കതൻ വാഹിദ ഫയൗമഇദിൻ വഖഅത്തിൽ വാഖിഅ. ഹുമലത്തിൽ അർളു, അല്ലാഹു ഭൂമിയെ പൊക്കിയെടുക്കും. വൽ ജിബാൽ, അതുപോലെ തന്നെ പർവ്വതങ്ങളെയും പൊക്കിയെടുക്കും. ഫദക്കതാ ദക്കതൻ വാഹിദ, അവ രണ്ടും ഇടിച്ച് സമനിരപ്പാക്കപ്പെടുകയാണ്. ഭൂമിയെയും പർവ്വതത്തെയും അല്ലാഹു എടുത്തിട്ട് ഇടിച്ചിട്ട് തകർത്ത് അതേ ഒരു സമനിരപ്പ് പോലെയാക്കും, തകർക്കുകയാണ്. യൗമ തർജുഫുൽ അർളു, ഭൂമി അന്ന് വിറവള്ളിക്കപ്പെടും. വൽ ജിബാലു, അതുപോലെ തന്നെ പർവ്വതങ്ങൾ. വൽ ജിബാലു കസീബം മഹീല, പർവ്വതങ്ങളെന്ന് ഒലിച്ചു പോകുന്ന മണൽ കൂന പോലെ, മണൽ കുന്ന് പോലെ ആക്കി തീർക്കുന്നതാണ്. പർവ്വതങ്ങളുടെ അവസ്ഥ മണൽ പോലെയാക്കും. ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളൊക്കെ നിരപ്പാക്കിയിട്ട് പടച്ചു തമ്പരാൻ സമനിരപ്പായ പ്രതലമാക്കി മാറ്റും ഈ ഭൂമിയെ, പർവ്വതങ്ങളെയെല്ലാം. വയസ്അലൂനക അനിൽ ജിബാൽ, നബിയെ പർവ്വതത്തെപ്പറ്റി അവർ നിങ്ങളോട് ചോദിക്കുന്നു, പർവ്വതത്തെപ്പറ്റി നിന്നോട് ചോദിക്കുന്നു. ഫഖുൽ, നബി അവരോട് പറയണം, യൻസിഫുഹാ റബ്ബി നസ്ഫാ, എൻ്റെ റബ്ബ് അവയെ പൊടിച്ച് പാറ്റിക്കളയുന്നതാണ്, പൊടിച്ച് പാറ്റിക്കളയും. ഫയദ്റുഹാ ഖഅൻ സഫ്സഫാ, എന്നിട്ടതിനെ സമതരപ്പായ മൈതാനം പോലെയാക്കും. ലാ തറാ ഫീഹാ ഇവജൻ വലാ അംതാ, ആ സമനിരപ്പായ മൈതാനത്ത് നിനക്ക് കാണാൻ സാധിക്കില്ല ഒരു കയറ്റമോ ഒരു ഇറക്കമോ കാണാൻ പറ്റാത്ത രൂപത്തിൽ സമനിരപ്പായ മൈതാനം പോലെയാക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ് ആ ദിവസത്തെ പറ്റി. അതാണ് പർവ്വതങ്ങളൊക്കെ നിരപ്പാക്കിയിട്ട്, ഭൂമിയൊക്കെ നിരപ്പാക്കിയിട്ട്. അന്ന് കത്തിപ്പടരുന്ന കടലുകൾ, സമുദ്രം അല്ലെ, ഈ ഭൂമിയുടെ പകുതിയിലധികവും കടലെന്ന് കത്തിജ്വലിക്കും. ആ കടല് തീയിനാൽ നിറഞ്ഞ് അത് പുറത്തേക്കൊഴുകും. അങ്ങനെ ഒഴുകുമ്പോഴുള്ള അവസ്ഥ എന്താ? വൈദൽ ബിഹാറു സുജ്ജിറത്ത്, ബിഹാറു സുജ്ജിറത്ത്, സമുദ്രങ്ങൾ ആളിക്കത്തിക്കപ്പെടുമ്പോ ആ ദിവസം അങ്ങ് സമുദ്രങ്ങൾ ആളിക്കത്തിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ ആടിക്കളിക്കുന്ന ആകാശം, ഉപരിലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഈ അനന്തവിശാലമായ നീലാകാശം പൊട്ടിപ്പിളരുകയും അത് കളിക്കുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഫഇദസ്സമാഉൻ ഫതറത്ത്, ആകാശം ഒന്ന് പൊട്ടിപ്പിളരുകയാണ്. വഇദസ്സമാഉൻ ഷഖത്ത്, ആകാശം കീറിമുറിക്കപ്പെടുകയാണ്. ഫഇദൻ ഷഖത്തിസ്സമാഉ ഫകാനത് വർദതൻ കദ്ദിഹാൻ, ഈ നീലാകാശം, ആ നീലാകാശം റോസ് നിറമുള്ളതായി തീരും. ഫഇദൻ ഷഖത്തിസ്സമാ, ആകാശം അങ്ങ് പൊട്ടിക്കീറിയാൽ ഫകാനത് വർദതൻ,
അത് റോസ് നിറത്തിലുള്ളതായി നിനക്ക് കാണും. കദ്ദിഹാൻ, കുഴമ്പ് രൂപത്തിൽ അതേ റോസ് നിറത്തിൽ ഈ ആകാശത്തെ ആക്കുമെന്ന്, ആ ദിവസം പരലോക ദിവസം ഖിയാമത്ത് നാളിൽ ആക്കുമെന്ന് അള്ളാഹ് ദിവസത്തെപ്പറ്റി കൃത്യമായി പഠിപ്പിക്കുന്നു. സൂര്യൻ അല്ലേ, ഭൂമിയിലേക്ക് പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സൂര്യൻ, കോടിക്കണക്കിന് ജീവികൾക്ക് ജീവൻ നൽകിയ സൂര്യൻ, അതൊന്ന് ചുരുട്ടപ്പെടും. ആ സൂര്യനെ ചുരുട്ടപ്പെടും. ഇദശംസു കുവ്വിറത്ത്, സൂര്യനെന്ന് ചുരുട്ടപ്പെടും. അതുപോലെ തന്നെ നിലാവ് വരുത്തുന്ന ചന്ദ്രന്റെ അവസ്ഥ എന്താണ്? ആ ചന്ദ്രന്റെ അവസ്ഥ ഖുർആൻ പഠിപ്പിക്കുന്നു. വഖസഫൽ ഖമർ, ചന്ദ്രനെന്ന് ഗ്രഹണം ബാധിക്കും. അതുപോലെ തന്നെ നക്ഷത്രങ്ങളുടെ അവസ്ഥ എന്താ? ആ ആകാശത്തിന് സൗന്ദര്യം പകരുന്ന നക്ഷത്രങ്ങൾ, ആ നക്ഷത്രങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? വഇദൽ കവാകിബുൻ തസറത്ത്, ആകാശത്തിന് സൗന്ദര്യം പകരുന്ന നക്ഷത്രങ്ങൾ, ആ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുകയാണ്. താഴേക്ക് വീഴാൻ നക്ഷത്രങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ താഴേക്ക് വീഴും. മനുഷ്യന്മാർക്ക് ഇങ്ങനെ നെട്ടോട്ടായിരിക്കും, എങ്ങോട്ട് പോകണം, എങ്ങനെയായിരിക്കും, മുകളിൽ നിന്ന് ഇങ്ങനെ സമുദ്രങ്ങൾ കാളിക്കത്തുന്നു. അങ്ങനെ ഭയാനകമായ അവസ്ഥ. ജീവജാലങ്ങൾ അന്ന് മുഴുവൻ നെട്ടോട്ടമോടുകയാണ്. സർവ്വതിൻ്റെയും നാശം സംഭവിക്കുന്ന ദിവസം, എല്ലാവരും റബ്ബിന്റെ തീരുമാനത്തിന് വിധേയമാകുന്ന ദിവസം, വീര്യവും ശൗര്യവും എല്ലാം അവസാനിപ്പിച്ച് വിനയത്തോടുകൂടി റബ്ബിലേക്ക് മനുഷ്യന്മാർ വരുന്ന ദിവസം. ഈ പറഞ്ഞതെല്ലാം സത്യമാണ്. എത്ര വലിയവനായാലും, എത്ര വലിയ അറിവ് നേടിയവനായാലും രക്ഷയില്ല. റബ്ബിലേക്ക് വരണം, റബ്ബിലേക്ക് പോകേണ്ടി വരും, റബ്ബിലേക്ക് നമ്മൾ തിരിച്ചു ചെല്ലേണ്ടി വരും. അത് ആ ദിവസമെന്നാണ് നമ്മൾ ആരെയും അറിയിച്ചിട്ടില്ല. അള്ളാഹ് മനഃപൂർവ്വം ആ ദിവസം മറച്ചു വെച്ചേക്കാണ്. ആ ദിവസം എന്ന് സംഭവിക്കുമെന്നുള്ള കാര്യം അള്ളാഹ് മറച്ചു വച്ചിരിക്കുന്നു. കാരണം എന്താ? ആ ദിവസത്തെ, ആ ദിനത്തെ, പരലോകത്തെ ഭയപ്പെട്ട് ജീവിതം സംസ്കരിക്കുന്നവർ ആരാണ് എന്ന് അള്ളാഹുവിന് അറിയണം. അതുപോലെ തന്നെ ദേഹേച്ഛയ്ക്ക് അടിമപ്പെട്ട് ധിക്കാരപൂർവം ആ ദിവസത്തെ മറന്നു കഴിയുന്നവർ ആര് എന്ന് പടച്ചതമ്പുരാന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ആ ദിവസത്തെ അള്ളാഹു മറച്ചു വെച്ചത്. അങ്ങനെ അതിനനുസരിച്ചാണ് പ്രതിഫലം. ആ ദിവസത്തെപ്പറ്റി ഓർമ്മയോടുകൂടി കഴിഞ്ഞുകൂടിയവർ ആര്, അതല്ലാത്ത ആളുകൾ ആര് എന്ന് അള്ളാഹുവിന് വേർതിരിച്ചറിയാൻ ആ ദിവസം അള്ളാഹു മറച്ചു വെച്ചു. ആ ദിവസത്തിൻ്റെ സംഭവം, ആ ദിവസത്തിൻ്റെ തീയതി അത് ആർക്കും പടച്ചതമ്പുരാൻ അറിയിച്ചു തന്നില്ല. അന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സമുദ്രമാസകലം ഒക്കെ തീപിടിക്കും, കത്തിയാളും ചെയ്യും. അങ്ങനെ മനുഷ്യന്മാർക്ക് ഇങ്ങനെ ഓടും, എല്ലാവരും നെട്ടോട്ടം ഓടും ഗത്യന്തരമില്ലാതെ. നോക്കു മാത്രമല്ല, കോടാനുകൂടി നക്ഷത്രങ്ങളല്ലേ, അതൊക്കെ ലക്ഷ്യമില്ലാതെ ഇങ്ങനെ പ്രപഞ്ചമാസകൾ ഇങ്ങനെ പാറി വീഴുകയാണ്. യുർസലു അലൈക്കുമാ ശുവാളും മിന്നാർ വനുഹാസും ഫലാ തൻതസിറാൻ, മനുഷ്യന്മാരോടുമ്പോ യുർസലു അലൈക്കുമാ ശുവാൾ, തീജാല അവരുടെ നേരെ അയക്കും. തീജാല അവരുടെ നേരെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. വനുഹാസിന്, അതുപോലെ തന്നെ പുക. ഫലാ തൻതസിറാൻ, അത് മനുഷ്യന്മാർക്ക് രക്ഷപ്പെടാനൊരു മാർഗമല്ല. എല്ലാവരും ഓടാണ്. ജിന്നുവർഗം ഓടുന്നുണ്ട്. എല്ലാവരോടും മനുഷ്യന്മാർക്ക് ചോദിക്കുന്നത്, ആ ദിവസം ഓടുന്ന സമയത്ത് മനുഷ്യന്മാർക്ക് ചോദിക്കുന്നത് ഐനൽ മഫർ, എവിടെയാണ് സങ്കേതം? ഓടി രക്ഷപ്പെടാൻ എവിടെയാണ് സങ്കേതമുള്ളത്? രക്ഷപ്പെടാൻ വല്ല മാർഗമുണ്ടോ? ഇല്ല. അങ്ങനെയാണ്. മാത്രമല്ല, ആ ദിവസത്തെ അള്ളാഹ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് യൗമുത്തനാദ്, പരസ്പരം നിലവിളിച്ചു പോകുന്ന ദിവസം. ആ ഭയാനകമായ ദിവസം വരുമ്പോൾ മനുഷ്യന്മാരൊക്കെ പരസ്പരം നിലവിളിച്ചു പോകും. നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നതിനെ യൗമുത്തനാദ് എന്ന് പറയാം. തനാദ് എന്ന് സാധാരണ പറയാം. അങ്ങനെ നിലവിളിക്കുന്ന ദിവസം, പേടിച്ച് വിറച്ച് മഞ്ഞളിച്ച കണ്ണുകൾ അന്ന് കാഴ്ചകെട്ട് അത് വലിഞ്ഞു പോയിട്ടുണ്ടാവും. ഇതാ ബരിഖൽ ബസർ, മനുഷ്യന്മാരുടെ കണ്ണഞ്ചി പോകും. ലക്ഷ്യമില്ലാതെ മനുഷ്യന്മാർ ഇങ്ങനെ ഓടും. യൗമത്തുവല്ലൂന മുദ്ബിരീൻ, മനുഷ്യന്മാർക്ക് പിന്തിരിഞ്ഞോടുകയാണ്. എല്ലാവരും പിന്തിരിഞ്ഞോടുകയാണ്. എവിടെയും രക്ഷയില്ല. എല്ലാവരും നശിച്ച് മരിച്ചു വീഴുന്നു. എല്ലാവരും അങ്ങനെ വീഴുകയാണ് നിലത്തേക്ക്. എല്ലാവരും ഇങ്ങനെ മരിച്ചു വീഴാം. അല്ല, എല്ലാവരും നശിപ്പിക്കണം അല്ലാഹ്. ഈ ലോകത്തിൻ്റെ അവസ്ഥ മാറ്റി വേറൊരു സംവിധാനം അല്ലാഹുവിനുണ്ടാക്കണം. അതിനെല്ലാവരും നശിപ്പിച്ചാലേ പറ്റുള്ളൂ. മനുഷ്യന്മാർക്ക് ഇങ്ങനെ വീഴുകയാണ് നിലത്തേക്ക്. അങ്ങനെ വീഴും. എല്ലാവരും നശിക്കും. എല്ലാവരും ഇങ്ങനെ നശിച്ചു വീഴും. അവസാനം ഒരു കളി കഴിഞ്ഞ മൈതാനം പോലെ പടച്ചതമ്പുരാൻ ഈ ഭൂമിയെ ആക്കും. കളി കഴിഞ്ഞ മൈതാനം പോലെ. അങ്ങനെ എന്നിട്ടാണ് മഹ്ശറിൽ അല്ലാഹ് നമ്മളൊക്കെ ഒരുമിച്ച് കൂട്ടുക. അങ്ങനെ വലിയൊരു മൈതാനമാക്കിയിട്ട് ആ മൈതാനത്ത് നമ്മളൊക്കെ അല്ലാഹ് ഒരുമിച്ച് കൂട്ടും. കാരണം വിചാരണ നിർത്തി അർഹമായ രക്ഷാശിക്ഷകൾ നൽകാൻ ആദ്യം മുതൽ അവസാനം വരെ ഭൂമിയിൽ ജീവിച്ച സകലമാന മനുഷ്യരെയും ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് ഹാജരാക്കണം. അതിന് ഭൂമിയുടെ നിലവിലുള്ള വലിപ്പം പര്യാപ്തമല്ല. അതിന് സ്ഥലം വേണം, അല്ലേ? അതിന് സ്ഥലം എങ്ങനെയാണ്? ഭൂമിയെ ഞങ്ങൾ നിരപ്പാക്കും, അടിച്ച് നിരപ്പാക്കും. എന്നിട്ട് കാൻ സഫ്സഫ, സമനിരപ്പായ പ്രതലം മൈതാനം പോലെയാക്കും.
ഒരിറക്കോ കയറ്റോ കാണാൻ പറ്റില്ല എന്ന് അള്ളാഹിനെ പഠിപ്പിച്ചാണ്. അങ്ങനെ ഭൂമി അങ്ങോട്ട് വികസിപ്പിക്കും, അടിച്ച് നീട്ടി പരുത്തും, ഭൂഗർഭത്തിലുള്ളതെല്ലാം പുറത്തേക്ക് തള്ളി ഈ ഭൂമിയെ നേരിയ തോൽ പോലെ, നേർത്ത ലോഹത്തകിട് പോലെ പരുത്തപ്പെടും. ഇതാ ഭൂമിയെ നീട്ടപ്പെടുകയാണ്. ആ ഭൂമിക്ക് ഉള്ളിലുള്ള സകലമാനതിനെയും പുറത്തേക്കിടും. എന്നിട്ട് ഭൂമിക്കിടയിലുള്ള സകലമാനതിനെയും കാലിയാക്കും. എല്ലാത്തിനെയും കാലിയാക്കും. ഭൂമിയിലുള്ള ഭൂഗർഭത്തിലുള്ള ഒക്കത്തിനെയും പുറത്തോട്ടിടും. നിരപ്പാക്കണം, ലോകത്തഹിട് പോലെ അല്ലേ, ഒരു സമനിരപ്പായ പ്രദേശം പോലെ അള്ളാഹു ആക്കും. അങ്ങനെ ഭൂമിയും ആകാശങ്ങളും പൂർണ്ണമായും അള്ളാഹു മാറ്റും. ഒരു പുതിയ പ്രകൃതിയിലും സ്വഭാവത്തിലും ഘടനയിലും പടച്ച തമ്പുരാൻ പുനഃസംവിധാനം ചെയ്യും. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത്. ഇന്ന് കാണുന്ന ആകാശം പോലെയല്ല, ഇന്ന് കാണുന്ന ഭൂമി പോലെയല്ല, അതല്ലാത്ത രൂപത്തിലേക്ക് ഈ ഭൂമി അല്ലാഹു മാറ്റപ്പെടും. വീണ്ടും എല്ലാവരും മരിച്ചു വീണിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രദേശം ഒരു മഹ്ശറ രൂപത്തിൽ ഒരു വലിയ മൈതാനം പോലെയാക്കിയിട്ട്, ഒരു മഹ്ശറ ഭൂമിയിലാണ്, ഈ ഭൂമിയിലാണ്, ആ രൂപത്തിലേക്ക് ആക്കണം. അങ്ങനെ എല്ലാവരും എന്ത് ചെയ്യും? അങ്ങനെ ആക്കിയിട്ട് വീണ്ടും മനുഷ്യന്മാരൊക്കെ വിളിക്കും. അന്ന് എല്ലാവരും ഇപ്പം മണ്ണിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ടാകും, എല്ലാവരും നശിപ്പിച്ച് ഇട്ടുണ്ടാവും. അങ്ങനെ വീണ്ടും ഒരു ഊത്ത്, രണ്ടാമതൊരു ഊത്ത്. യൗമയും ഫഖ്ഫീഹി ഉഖറാ ഫഇദാഹും ഖിയാമുൻ യൻദുറൂൻ. വീണ്ടും കാഹളത്തിൽ ഊതപ്പെടും, വീണ്ടും കാഹളത്തിൽ ഊതപ്പെടുന്നു. ആ സമയത്തെന്താ? ഫഇദാഹും ഖിയാമുൻ യൻദുറൂൻ. എല്ലാവരും എഴുന്നേറ്റ് വരികയാണ്, എഴുന്നേറ്റ് നിന്ന് നോക്കുകയാണ്. എന്താ സംഭവിച്ചത്? എല്ലാവരും ഇങ്ങനെ ഭൂമിയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ബേജാറ് പിടിച്ചൊരു നോട്ടം, എല്ലാവരും ഇങ്ങനെ നോക്കണം. എല്ലാവരും രണ്ടാമത്തെ ഊത്തായ സമയത്ത് ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നു. എങ്ങനെയാ? ഭൂമി പിളർന്നാണ് വരുന്നത്. ഈയാമ്പാറ്റകളൊക്കെ വന്നിട്ടുണ്ടല്ലോ ഭൂമിയിൽ നിന്ന്. ഈയാമ്പാറ്റകളൊക്കെ എങ്ങനെയാണോ വരുന്നത്, അതുപോലെ മനുഷ്യന്മാരൊക്കെ ഭൂമിയുടെ അടിയിൽ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ വരും. ഭൂമി പിളർന്ന് ഇങ്ങനെ പുറത്തേക്ക് വരും. യൗമ തശഖഖുൽ അർളു അൻഹും. ഭൂമി പിളർന്ന് മാറ്റിയിട്ട് മനുഷ്യന്മാർ പുറത്തേക്ക് വരുന്നു. യൻഫുന തുറാബ അൻ റൂസിഹിം. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ് ആ വരുന്ന രംഗം. യൻഫുന തുറാബ അൻ റൂസിഹിം. അവരുടെ തലയിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടാണ് വരുന്നത്. മണ്ണുണ്ടാവും മനുഷ്യന്മാരുടെ തലയിൽ, മണ്ണൊക്കെ തട്ടിക്കുടഞ്ഞെഴുന്നേറ്റിട്ട് ഇങ്ങനെ വരും ഭൂമിയിൽ നിന്ന്. ആ സമയത്ത് യാ വൈലനാ മൻ ബഅസനാ മിൻ മർകദിനാ ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. മനുഷ്യന്മാർ പറയും, യാ വൈലനാ, ഞങ്ങളുടെ നാശമേ, മൻ ബഅസനാ മിൻ മർകദിനാ, ഞങ്ങൾ ഉറങ്ങുകയായിരുന്നു, ഞങ്ങളുടെ ഉറക്കത്തിൽ നിന്ന് ഞങ്ങളെ ആരാണ് ഉയർത്തെഴുന്നേൽപ്പിച്ചത്? ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. ഇത് പഠിച്ച തമ്പുരാൻ റഹ്മാനായ നാഥൻ വാഗ്ദാനം ചെയ്ത ദിവസമാണല്ലോ. പ്രവാചകന്മാർ സത്യമായും ഉണ്ടാകുമെന്ന് പറഞ്ഞ ദിവസമാണല്ലോ. ആ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും. അങ്ങനെ മണ്ണ് തട്ടിക്കൊണ്ട് മനുഷ്യന്മാർ, തലയിൽ നിന്ന് മണ്ണ് മാറ്റിക്കൊണ്ട് മനുഷ്യന്മാർ ഇങ്ങനെ എഴുന്നേറ്റ് വരും. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, എങ്ങനെ വരിക? യുഹ്ശറൻ നാസി യൗമൽ ഖിയാമത്തി ഹുഫാത്തുൻ ഉറാത്തുൻ നുർലാ. മനുഷ്യന്മാരൊക്കെ വരുന്നത് യുഹ്ശറൻ നാസി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മനുഷ്യന്മാരൊക്കെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ഹുഫാത്തൻ ഉറാത്തൻ ഉർല. ഹുഫാത്തൻ ചെരുപ്പില്ലാത്തവരായി, ചെരുപ്പ് ധരിക്കാത്തവരായ നിലയിൽ. ഉറാത്തൻ നഗ്നരായി, വസ്ത്രമുണ്ടാവില്ല, നഗ്നരായിക്കൊണ്ടാണ് എല്ലാവരും. ഉർല അതുപോലെ തന്നെ ചേലാക്രമം നിർവഹിക്കാത്ത രൂപത്തിൽ നഗ്നപാതരായിക്കൊണ്ട് മുഴുവൻ മനുഷ്യരും ആ മൈതാനത്തേക്ക് കടന്നു വരികയാണ്. അവരെല്ലാവരും ഉയർന്നു വരികയാണ്. ആ സമയത്ത് ഖുൽതു യാ റസൂലുള്ളാഹ്, ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അന്നിസാഉ റിജാലു ജമീഅൻ, ആണുങ്ങളും പെണ്ണുങ്ങളും ഇങ്ങനെ ഒരുമിച്ച് കൂടിയാണല്ലോ. യൻദുറു ബഅ്ദുഹും ഇലാ ബഅ്ദിൻ, പരസ്പരം അവർ നോക്കൂലേ? ആ രംഗം അവർ നോക്കൂലേ? മനുഷ്യന്മാർ എഴുന്നേറ്റ് നിൽക്കുക, ചെരുപ്പ് ധരിക്കാത്തവരായ നിലയിലും അതുപോലെ തന്നെ നഗ്നരായും ചേലാകർമ്മം നിർവഹിക്കാത്തവരായ നിലയിലായിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, അന്നിസാഉ റിജാലു ജമീഅൻ, ആണുങ്ങളും പെണ്ണുങ്ങളും പരസ്പരം യൻദുറു ബഅ്ദുഹും ഇലാ ബഅ്ദിൻ, അവർ പരസ്പരം നോക്കില്ലേ? ആ സമയത്ത് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, യാ ആയിഷ അൽ-അംറു അശദ്ദു മൻ യൻദുറു ബഅ്ദുഹും ഇലാ ബഅ്ദിൻ, പരസ്പരം നോക്കുന്നതിനേക്കാൾ കഠിനമായിരിക്കും ആ ദിവസം. അന്ന് നോക്കാനല്ല, അതിനേക്കാൾ വലിയ പേടിയാണ് മനുഷ്യന്മാർക്ക് സംഭവിച്ചിരിക്കുന്നത്. അതിനേക്കാൾ വലിയ ഭയാനകമായ അവസ്ഥയിലാണ്
മനുഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പരസ്പരം ഒരു നോക്കില്ല ആയിഷ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചുവെങ്കിൽ സഹോദരന്മാരെ, ആ ദിവസത്തെ പറ്റിയുള്ള ബോധം, അങ്ങനെ ഒരു ദിവസത്തിന് നമ്മൾ സാക്ഷികളാകാൻ പോകുന്നു എന്ന ചിന്ത നമ്മളെ നന്മയിലേക്ക് നയിക്കേണ്ടതുണ്ട്. സൂര്യൻ ഒരു മൈൽ മേലെ തൊട്ടുമുകളിലായിക്കൊണ്ട് സൂര്യൻ നിൽക്കും. അതാണ് റസൂൽ പഠിപ്പിച്ചില്ലേ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, മിഖ്ദാദ് ഇബ്നു അസ്വദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ്? തുദന ശംസു യൗമൽ ഖിയാമത്തി മിനൽ ഖൽഖ്, നാളെ പരലോകത്ത് മനുഷ്യന്മാരെ മഹ്ശറയിൽ നിർത്തിക്കഴിഞ്ഞാൽ ആ സമയത്ത് സൂര്യൻ അടുത്ത് നിൽക്കും. തക്കൂന ഹത്താ തക്കൂന മിൻഹും കമിഖ്ദാരിൽ മൈൽ, ഒരു മൈൽ അളവ് അത്ര അടുത്ത് സൂര്യൻ മനുഷ്യന്മാരുടെ തലക്ക് മുകളിൽ നിൽക്കും. കാല സനീബ് ഇബ്നു ആമിർ, ഒരു സഹാബി പറയാണ്, ഫവല്ലാഹി, അല്ലാഹുവാണ് സത്യം, മാ അദ്രി മാ യഗ്നി ബിൽ മൈൽ, ഈ മൈല് കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ആ മസാഫത്തുൽ അർദ്, ഭൂമിയുടെ ഈ ദൂരം പറയാൻ വേണ്ടി സാധാരണ മൈൽ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ അമ്മയിലുള്ളതി തക്തഹിൽ ബിഹൽ ഐൻ, ഞങ്ങൾ സാധാരണ സുറുമയിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോലിന് മൈൽ എന്നാ പറയാ. സുറുമയിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോലിനും മൈൽ എന്നാണ് പറയുക. ആ മൈലാണോ അതല്ല ഒരു മൈൽ അളവാണോ ദൂരമാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. എന്തായാലും മനുഷ്യൻ്റെ തലക്ക് മുകളിൽ ഒരു മൈൽ അകലെ സൂര്യൻ നിൽക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നു. എന്നിട്ട് ഫയകൂനുന്നാസു അലാ ഖദ്രി അഅമാലിഹിം ഫിൽ അർക്കി, മനുഷ്യന്മാർ അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചായിരിക്കും മനുഷ്യന്മാർ അന്ന് വിയർപ്പിൽ കുളിച്ചു നിൽക്കും. ഫമിൻഹും മയകൂനു ഇലാ കഅബൈഹി, ചില മനുഷ്യന്മാർ അന്ന് അവരുടെ വിയർപ്പ് ഞെരിയാണി വരെ ചില ആളുകളുടെ വിയർപ്പുണ്ടായിരിക്കും. ഒമിൻഹും മയകൂനു ഇലാ റുക്ബതിഹി, ചില ആളുകളുടെ വിയർപ്പെന്ന് മുട്ടുംകാല് വരെയായിരിക്കും. ഒമിൻഹും മയകൂനു ഇലാ ഹക്ബൈഹി, ചില മനുഷ്യന്മാരുടെ ആ വിയർപ്പ് അര വരെ ഉണ്ടാകും. ഒമിൻഹും മയൽജമുൽ അർഖു ഇൽജാമ, ചില മനുഷ്യന്മാരങ്ങനെ വിയർപ്പിനോട് കുളിച്ചും കൂടെ നിൽക്കും മൊത്തം. അഷാറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി ലാ ഫീ, പ്രവാചകൻ ഇങ്ങനെ വായിലേക്ക് ഇങ്ങനെ സൂചന നൽകിയിട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് ഇവിടം വരെ ഉണ്ടാവും ചില മനുഷ്യന്മാരുടെ വിയർപ്പ് അങ്ങനെ മുങ്ങിക്കുളിച്ചു നിൽക്കുമെന്ന് അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നു. അങ്ങനെ ഭയാനകമായ ദിവസമാണ് സഹോദരന്മാരെ അന്ന് വരാനിരിക്കുന്നത് എന്ന് കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല കടുത്ത വിഷമത്തിൽ നമ്മളുണ്ടാകും. വളരെ ഭയാനകമായ വിഷമത്തിലാണ് നമ്മൾ അകപ്പെട്ടിരിക്കുന്നത്, ഭീകരമായ അവസ്ഥയിലാണ്. ഇത് വരാനിരിക്കുന്ന മഹാവിപത്തുകളെക്കുറിച്ചുള്ള ബോധം അത് നമ്മൾ അലട്ടുന്നുണ്ട്. ലഖദ് കുന്തു ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫനാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്, അന്ന് നമുക്കൊക്കെ ബോധ്യപ്പെടും ഇത് സത്യമാണ്. പ്രവാചകന്മാർക്ക് ഒന്ന് പഠിപ്പിച്ചിരുന്നു അല്ലേ, ഇത് യാഥാർത്ഥ്യമാണ്, ഇതാ എനിക്ക് മുമ്പിൽ വന്നു കഴിഞ്ഞു. എന്നിട്ട് ആ സമയത്ത് അല്ലാഹു പറയും, ലഖദ് കുന്ത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, നീ ഇതിനെപ്പറ്റിയുള്ള അശ്രദ്ധയിലായിരുന്നു അല്ലേ. പരലോകത്തെപ്പറ്റി പറഞ്ഞു, നിന്റെ ജീവിതം നീ സംസ്കരിച്ചില്ല അല്ലേ. മരണത്തെപ്പറ്റി പറഞ്ഞു, നിന്റെ ജീവിതം നീ നന്നാക്കിയില്ല. സ്വർഗത്തെപ്പറ്റി പറഞ്ഞു, നന്നാക്കിയില്ല. നരകത്തെപ്പറ്റി പറഞ്ഞു, നിന്റെ ജീവിതത്തിലൊരു മാറ്റവും വന്നില്ല. നീ അശ്രദ്ധയിലായിരുന്നു. ഈ ലോകത്ത് നീ അശ്രദ്ധമായി നിന്റെ ജീവിതം കഴിച്ചുകൂട്ടി. ഇന്ന് നിനക്കിതാ ഫകശഫനാ അൻക ഗിതാഅക, നിന്റെ മൂടി ഇതാ ഇന്ന് നീക്കം ചെയ്തേക്കാണ്. ഫബസറുക അൽയൗമ ഹദീദ്, നിന്റെ ദൃഷ്ടി ഇന്ന് മൂർച്ചയുള്ളതായി തീർന്നിരിക്കുന്നു. ഇന്ന് നിനക്ക് ബോധ്യപ്പെടും അല്ലേ. മാത്രമല്ല നമ്മൾ ഭൂമി കഴിച്ചുകൂട്ടിയ ജീവിതകാലം, നമ്മൾ പരലോകത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ ജീവിതത്തിൽ കഴിച്ചുകൂട്ടിയ ആ ദിവസങ്ങളും മണിക്കൂറുകളും അതുപോലെ തന്നെ വർഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ബർസഖയായ ലോകവും, ആ ലോകവും നമുക്ക് വളരെ തുച്ഛമായിട്ട് നമുക്ക് തോന്നുള്ളൂ. പരലോകത്ത് നിൽക്കുന്ന സമയത്ത് വളരെ തുച്ഛം. ഞാൻ 60 വർഷം 70 വർഷം ഞാനിവിടെ ജീവിച്ചിട്ടുണ്ടാവാം. പക്ഷേ പരലോകത്ത് ചെന്ന് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. മനുഷ്യന്മാരൊക്കെ പരസ്പരം പറയും, അന്ന് പരസ്പരം നമ്മളൊക്കെ പറയും അവിടെ നിൽക്കുന്ന സമയത്ത്, മാശറയിൽ നിൽക്കുന്ന സമയത്ത് എന്താ പറയാ, അവർ പരസ്പരം അന്യോന്യം പതുക്കെ പറയുകയാണ്, 10 ദിവസം മാത്രമേ ഞാൻ കഴിഞ്ഞു വിട്ടിട്ടുള്ളൂ. 10 ദിവസം ഭൂമിയിലും അതുപോലെ തന്നെ ബർസഖിലും കൂടി വെറും 10 ദിവസം ഞാൻ ജീവിച്ചിട്ടുള്ളൂ എന്നിങ്ങനെ ചില ആളുകൾ പരസ്പരം അവിടെ വെച്ച് പറയും. അപ്പം ചിലർ പറയും, അല്ല 10 ദിവസമല്ല, 10 ദിവസം പോലും ജീവിച്ചിട്ടില്ല, ഒരു ദിവസമുള്ളൂ. ഇത് യഖൂലു അംസലുഹും തരീഖത്തൻ, ന്യായമായ നിലപാടുകാരൻ, ആ നിലപാടുകാരൻ കൂട്ടത്തിൽ നിന്നൊരാൾ പറയും, എന്താ പറയാ, ഇല്ലബിസ്തുമില്ലാ യൗമ, ഒരു ദിവസം മാത്രമാണ് ജീവിച്ചിട്ടുള്ളൂ. 10 ദിവസമൊന്നുമില്ല, ഒരു ദിവസം മാത്രമേ ഉള്ളൂ, ഒരു ദിവസം. അപ്പം ചില ആളുകളൊക്കെ പറയും, ഇല്ല ഒരു ദിവസം പോലുമില്ല. ചിലർ പറയാണ് ബർസഖയായ ജീവിതത്തെക്കുറിച്ച് പറയുകയാണ്, 1 മണിക്കൂറെങ്ങാണ്ട് ജീവിച്ചിട്ടുള്ളൂ, 1 മണിക്കൂർ. യൗമ തഖൂമുസ്സാഅ യുക്സിമുൽ മുജ്രിമൂന മാ ലബിസു ഗൈറ സാഅ, അതേ ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന ദിവസം,
യുക്സിമുൽ മുജ്രിമൂന, കുറ്റവാളികളായ ആളുകൾ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, മാ ലബിസു ഗൈറ സാ, ഒരു മണിക്കൂറല്ലാതെ മറ്റൊരു സമയം ഞങ്ങൾ ജീവിച്ചിട്ടില്ല. ബർസഖിന്റെ ലോകത്തെ പറ്റി പറയാണ്. വർഷങ്ങളോളം, വാസ്തവത്തിൽ പലരും ആയിരം വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു കിടന്നവരാണ്. അവരാണ് പറയുന്നത്, ഞങ്ങൾ ഒരു മണിക്കൂർ മാത്രമാണ് ഞങ്ങളിതാ ജീവിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യന്മാർ അള്ളാഹുലേക്ക് പോകും. അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന രംഗം, അങ്ങനെയുള്ള രംഗങ്ങളും കാര്യങ്ങളുമെല്ലാം വരാനുണ്ട് എന്ന് കൃത്യമായി അള്ളാഹു റസൂൽ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈ ദിവസത്തെപ്പറ്റി ഉള്ള ബോധമായിരിക്കും നമ്മൾ നയിക്കേണ്ടത്. നാളെ പരലോകത്ത് വിചാരണയുണ്ട്. മലക്കുകളൊക്കെ വരും, മലക്കുകൾ എല്ലാവരും വരും, പടച്ച തമ്പുരാൻ വരും. ആ വിചാരണയ്ക്ക് വേണ്ടിയുള്ള കളമൊരുക്കൽ, അതെ, അത് ഗംഭീരമാണ്. വിചാരണയ്ക്ക് വേണ്ടിയുള്ള കളമൊരുക്കൽ, വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിചാരണക്കുള്ള അറേഞ്ച്മെന്റ് നടത്തണം. ആ അറേഞ്ച്മെന്റുകളെ പറ്റി ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവരും വരും. മാത്രമല്ല, വൽ മലക്കു സഫൻ സഫാ വനുസിലൽ മലായികത്തു തൻസീല, ഇതുപോലുള്ള പ്രയോഗങ്ങളിലൂടെ മലക്കുകളെല്ലാവരും വരികയാണ്, മലക്കുകളെല്ലാവരും ഇറങ്ങി വരികയാണ്. അതാ മലക്കുകൾ കൂട്ടം കൂട്ടമായി വരുന്നു. വവുദി അൽ കിതാബ്, നമ്മുടെ കർമ്മരേഖ വെക്കും. മലക്കുകളൊക്കെ വരും, അതുപോലെ തന്നെ നമ്മുടെ കർമ്മരേഖ വെക്കും. കർമ്മരേഖ മുമ്പിൽ കൊണ്ടുവെക്കും. നമ്മൾ ചെയ്ത സകലമായ കാര്യങ്ങളും എഴുതി വെച്ച് ആ രേഖ മുമ്പിൽ കൊണ്ടുവെക്കും. വജീഅ ബിൻ നബിയീൻ, പ്രവാചകന്മാരെയും കൊണ്ടുവരും. വശുഹദാ, അതുപോലെ തന്നെ സാക്ഷികളെയും കൊണ്ടുവരും. അതിനേക്കാളെല്ലാം ഉപരി വിചാരണ നടത്തുന്നതിന് മുമ്പ് അതിനേക്കാളെല്ലാം ഉപരി കൊണ്ടുവരുന്ന രംഗമുണ്ട്. വജീഅ യൗമൈദിൻ ബിജഹന്നം, അന്ന് നരകത്തെ കൊണ്ടുവരുന്നതാണ്. നരകത്തെ കെട്ടിപിടിച്ചു കൊണ്ടുവരപ്പെടും. നമ്മുടെ മുമ്പിൽ നരകം കാണിച്ചിട്ട് നമ്മൾ വിചാരണ ചെയ്യാം. നരകം നമ്മുടെ മുമ്പിലുണ്ടാകും. നരകം നമ്മുടെ മുമ്പിൽ, നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നിട്ടാണ് നമ്മൾ വിചാരണ നടത്തുക എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ലതറവുന്നൽ ജഹീം, ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീം. ഖുർആൻ പറഞ്ഞല്ലേ, നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണും, നിങ്ങളുടെ ഉറപ്പായ കണ്ണുകൊണ്ട് നിങ്ങളെല്ലാവരും നരകത്തെ കാണും. അങ്ങനെ നരകത്തെ കാണിച്ചുകൊണ്ടാണ് വിചാരണ നടത്തുക. എങ്ങനെയാ നരകത്തെ കൊണ്ടുവരിക എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചില്ലേ. യൂതാ ബിജഹന്നമ യൗമഇദിൻ, അന്നത്തെ ദിവസം നരകത്തെ കെട്ടിവലിച്ചു കൊണ്ടുവരപ്പെടും. ലഹാ സബഊന അൽഫ സിമാം, 70,000 കടിഞ്ഞാണുകൾ ഉണ്ടാകും. 70,000 കടിഞ്ഞാണുകളിൽ വലിച്ചുകൊണ്ടാണ്, 70,000 കടിഞ്ഞാണുകളിൽ വലിച്ചുകൊണ്ടാണ് നരകത്തെ കൊണ്ടുവരിക. മാ കുല്ലി സിമാമിൻ സബഊന അൽഫ മലക്, അതെ, ഓരോ കടിഞ്ഞാനിലും 70,000 മലക്കുകൾ. യജ്റൂനഹ, അവരെല്ലാവരും കൂടി വലിച്ച് നരകത്തെ അങ്ങനെ കൊണ്ടുവരും. അങ്ങനെ നരകത്തെ കൊണ്ടുവരുന്ന ആ സമയത്ത് നമ്മുടെ അവസ്ഥ എന്താണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ, യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ, അന്ന് മനുഷ്യന്മാർക്കെല്ലാവർക്കും ഓർമ്മ വരും. നമുക്കെല്ലാവർക്കും ഓർമ്മ വരും. കഴിഞ്ഞുപോയ ദിവസത്തെപ്പറ്റിയും മണിക്കൂറുകളെ പറ്റിയും എല്ലാത്തിനെ പറ്റി നമുക്കന്ന് ഓർമ്മ വരും. നമുക്ക് ആ സമയത്ത് ഭയാനകമായ സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തെ പറ്റിയുള്ള ഓർമ്മയാണെന്ന്. അവിടെ ഇന്ന ആൾ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഇന്ന ആളെ പരിഹസിച്ചിട്ടുണ്ട്, ഇന്ന ആളെ കളിയാക്കിയിട്ടുണ്ട്, ഫേസ്ബുക്കിലൂടെ ഇന്ന ആളെ പറ്റി ഇന്ന രൂപത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പഠിച്ചോനെ, എൻ്റെ മുമ്പിൽ നരകമാണല്ലോ, എന്തായിരിക്കും എൻ്റെ അവസ്ഥ? അല്ലാഹ് ചോദിക്കാണ്, എവിടെന്നാ അവനക്ക് ഈ ഓർമ്മ? എവിടുന്ന ഓർമ്മ വരും. നരകത്തെ കാണുമ്പോൾ ഓർക്കും. ആ സമയത്ത് യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി, അന്ന് മനുഷ്യന്മാർ പറയും, എൻ്റെ നാശമേ, ഈ ലോക ജീവിതത്തിന് വേണ്ടി ഞാൻ മുന്നൊരുക്കം ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് മനുഷ്യന്മാർ വിലപിച്ചുകൊണ്ട് സംസാരിക്കുമെന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, സഹോദരന്മാരെ, നമ്മെപ്പറ്റിയാണ്. ഈ ആയത്തുകൾ നമ്മളെ സംസ്കരിക്കാൻ കാരണമാകണം. ഈ പറഞ്ഞ ആയത്തുകൾ നമ്മുടെ ജീവിതത്തിന് സംസ്കരിക്കാൻ കാരണമാകണം. ഈ ആയത്തുകൾ നിങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ നന്നാക്കാൻ, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ ഈ ആയത്തുകൾ കാരണമാകട്ടെ. അതിന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പരലോകത്ത് രക്ഷപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ എൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിയാളം നിറകെത്തിയെന്ന് അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا الحمد لله رب العالمين.